പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ ഇപ്പോൾ ബസ് സ്റ്റാൻഡിനോടൊപ്പോ ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിന്നെ അമ്മേൻ്റെ അടുത്ത് എത്തിക്കാം. ചെല്ല്. നിങ്ങളുടെ നാട്ടിലെ കാവിൽ ഉത്സവം നടന്ന ദിവസം സിസ്റ്ററെ വകവരുത്താൻ അവരയച്ച അക്രമി യാദൃശ്ചികമായി ജോമോൻ്റെയും സുഹൃത്തിൻ്റെയും മുന്നിൽപ്പെട്ടു. അവനല്ലേ ആ വണ്ടി വെച്ച് അങ്ങോട്ട് പോകുന്നത്? എടുക്കെടുത്ത് വണ്ടി എടുത്ത് ഒന്ന് സൈഡ് നോക്കാൻ പറ്റും. വാ. അവരില്ലേ അവൻ എവിടെയും മിസ്സായിട്ടില്ല. അവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതാരും തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുകയായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് നിന്നോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മോളെ, നിനക്ക് തെറ്റ് പറ്റില്ലെന്നായിരുന്നു അമ്മയുടെ വിശ്വാസം. പക്ഷെ നിന്നെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല, ഉൾക്കൊള്ളാനും. അമ്മ, എനിക്ക് തെറ്റുപറ്റമ്മ.
എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചാച്ചന്റെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനൊന്നും പറയില്ല അമ്മ, എനിക്ക് സഹിക്കാൻ കഴിയില്ല. ചാച്ചൻ അവിടെയുണ്ട്, ചെന്ന് കാണ്. ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും മറുത്തൊരക്ഷരം നീ പറയരുത്. അത്രയ്ക്ക് ദണ്ണമുണ്ട്. അച്ഛൻ എന്നെ വഴക്ക് പറയും. ശാന്തനായി നിൽക്കുമ്പോ എനിക്ക് പേടിയാ. നിന്റെ ഇഷ്ടവും സ്വപ്നങ്ങളും ഒന്നും കാണാൻ ഈ ചാച്ചന് കഴിയാതെ പോയി മോളെ. എന്നെ ഇനി ഇങ്ങനെ ശിക്ഷിക്കില്ലേ? ചാച്ചന്റെ പഴയ പൊന്നുമല്ല ഞാൻ. ചാച്ചന്റെ ദേഷ്യത്തോടുള്ളൊരു നോട്ടം പോലും സഹിക്കാൻ പറ്റില്ല എനിക്ക്. ഈ ഉടുപ്പും വിശ്വാസികളൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞുനാൾ മുതൽ ഈ ഉടുപ്പിനോടുള്ള ആരാധന മൂലം അല്ല ഞാനിത് അണിഞ്ഞത്. സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് അണിയിച്ചതാണ്. എനിക്കൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് ജോമോനോടത്ത് മാത്രമായിരിക്കണം എന്ന് ആഗ്രഹിച്ചോളാം ഞാൻ. പക്ഷെ സത്യത്തിൽ ഇതൊരു തരം ഒളിച്ചോട്ടമായിരുന്നു. മറ്റുള്ളവരുടെ ചോദ്യം, അവരുടെ നോട്ടം, ഒരുമിച്ചുള്ള സംസാരം എല്ലാത്തിനും ഒളിച്ചോടാനുള്ളൊരു മാർഗമായിരുന്നു എനിക്ക് കുപ്പായം. ആദ്യമൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാനിതിനെ സ്നേഹിച്ചു വരികയായിരുന്നു. പ്രാർത്ഥനകളിൽ മുഴുകി ഞാൻ എൻ്റെ മനസ്സിനെ തളച്ചിടുകയായിരുന്നു. ഇനി വയ്യ. ജസ്റ്റിന് ഏതാണ്ട് തെറ്റ് ചെയ്ത പോലെ എല്ലാവരുടെയും സംസാരം. കേട്ടാൽ അരയ്ക്കുന്ന ഭാഷയിൽ പലരും പലതും പറഞ്ഞു. ഈ വസ്ത്രത്തിനൊരു മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ഞാനായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല. എൻ്റെ ചാച്ചന്, അമ്മയ്ക്ക്, ഈ നാട്ടിലെ സഭാവിശ്വാസികൾക്കും ഞാൻ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പോരുക. വയ്യ, ഇനി എനിക്ക് വയ്യ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മ, നീ അവളെ തടയണ്ട. അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് ശരികളുണ്ടാവും. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നമുക്കൊക്കെയാ ഭ്രാന്ത്. അവളുടെ ഇഷ്ടങ്ങള് നമുക്ക് കാണാൻ പറ്റാതെ പോയില്ലേ? മോളിച്ചല്ലേ, പോയി ജോമാനെ കാണ്. ഉടുപ്പൂരി നിങ്ങളെ കല്യാണം നടത്തി തരാൻ ചാച്ചൻ തയ്യാറാണെന്ന് പറ.
നാട്ടുകാർ പലതും പറഞ്ഞോട്ടെ, അതൊന്നും മോള് കാര്യാക്കണ്ട. മോളുടെ സന്തോഷ ഇനി ചാച്ചൻ്റെ സന്തോഷം. ചെല്ല്, ചെന്ന് ജോമോനോട് പറ